മക്കളെല്ലാം എന്ത് പറയുന്നു? സുഖമായിട്ടിരിക്കുന്നില്ല അല്ലേ? അപ്പം ഇന്ന് ഓണമായിരുന്നല്ലോ അല്ലേ? അപ്പോൾ ഓണസദ്യയൊക്കെ കഴിക്കാൻ പോയോ എല്ലാവരും? അപ്പം ഞങ്ങൾ ഓണസദ്യ കഴിക്കാൻ പോയേ. പക്ഷേ 24 കൂട്ടം കറികളുണ്ടെന്ന് പറഞ്ഞിട്ട് അവിടെ ചെന്ന് ഞാൻ ആദ്യം എണ്ണി നോക്കിയത് എത്ര കറികളുണ്ടെന്നാണ്. പക്ഷേ 24 കൂട്ടം കറികളൊന്നും ഇല്ലായിരുന്നു. പക്ഷേ എന്നാലും ഓണസദ്യ അടിപൊളിയായിരുന്നു, കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എന്തായാലും 2 തരം പായസവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഓണസദ്യയൊക്കെ ഉണ്ട്, വയറ് നിറഞ്ഞിരിക്കുകയാണ്. അപ്പം നമ്മൾ ഓണസദ്യ കഴിക്കാൻ പോകുമ്പോൾ ഞാൻ വീട്ടിൽ ഒരു ശകലം ചോറേ ഉണ്ണത്തുള്ളൂ. ഉച്ചയ്ക്ക് ഒരു തവി ചോറേ ഉണ്ണത്തുള്ളൂ. ചോറ് വേണമെന്ന് എനിക്കൊരു നിർബന്ധവും ഇല്ല. എങ്കിലും വളരെ കുറച്ച് ചോറ് മാത്രമേ ഞാൻ കഴിക്കത്തുള്ളൂ. പക്ഷേ ഓണസദ്യ ഉണ്ണാൻ പോയപ്പം നല്ല രീതിയിൽ ഞാൻ കഴിച്ചു. എന്ന് വെച്ചാൽ ഒത്തിരിയല്ല, നല്ല വയറ് നിറച്ച് ഇവിടെ കറികളെല്ലാം കൂട്ടി നമ്മൾ കഴിക്കണമല്ലോ. നമ്മൾ പൈസ കൊടുത്ത് ഉണ്ണുന്നതല്ലേ. അപ്പോൾ വെറുതെ അവിടെ പോയിട്ട് കഴിക്കാതിരുന്നാൽ ശരിയാവത്തില്ലല്ലോ. അപ്പോൾ രാവിലെ 2 ചപ്പാത്തിയാണ് കഴിച്ചത്. സാധാരണ വൈകിട്ടാണ് ഞങ്ങൾ ചപ്പാത്തി കഴിക്കുന്നത്. ഇന്ന് രാവിലെ കഴിച്ചു. കാരണം രാവിലെ എന്തെങ്കിലും ഇച്ചിരി കൂടുതൽ ചായയും പിന്നെ ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ നന്നായിട്ട് കഴിക്കുകയാണെങ്കിൽ നമുക്ക് ഓണസദ്യ ഒരു 12:30 1 മണിക്കാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത്. അപ്പോൾ ഓണസദ്യ കഴിക്കാൻ പോകുമ്പോൾ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് കഴിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ വയറ് നിറച്ച് കഴിക്കാൻ പറ്റി. എന്തായാലും അടിപൊളി സദ്യയായിരുന്നു. അപ്പോൾ എല്ലാവരും ഓണം സദ്യ കഴിച്ചെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ എന്താണ്? നമ്മുടെ നബിദിനമാണ്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും നബിദിന ആശംസകൾ നേരുന്നു. അപ്പം നാളെ നമുക്ക് പള്ളിയിൽ നിന്ന് ഇറച്ചിച്ചോറൊക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പം നാളെ ഉച്ചയ്ക്ക് കുശാലാണ്, നമുക്ക് ഇറച്ചിച്ചോറൊക്കെ കിട്ടും പള്ളിയിൽ നിന്ന് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ബ്യൂട്ടി ടിപ്സ് എന്താണെന്ന് അറിയണ്ടേ? അപ്പം ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നരച്ച മുടി കറക്കാനായിട്ടൊക്കെ ഉള്ള കുറേ പിന്നെ എന്താ പറയുക ഹെയർ ഡേ ഒക്കെ ഇട്ടിരുന്നല്ലേ. അപ്പം അതിൽ കുറച്ച് ഹെയർ ഡേ ഒക്കെ ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരുന്നു. അപ്പോൾ എന്നോട് വാട്സപ്പിൽ പറഞ്ഞു ഒത്തിരി നന്നായിരുന്നു. അപ്പോൾ എന്താണ് പറയുന്നത്, നമ്മൾ ഒരുപാട് അലർജിയും കാര്യങ്ങളൊക്കെ ഒക്കെ ഉള്ളവർക്ക് ഞാൻ ഇന്നീ പറയുന്ന ഒരു ഹെയർ ഡേ വളരെ ഉപകാരപ്രദമായിരിക്കും. പിന്നെ ചില ആൾക്കാരുണ്ട് സ്മൂത്തനിങ്ങും അതുപോലെ തന്നെ കെമിക്കൽ ഡൈയും ഉപയോഗിച്ചിട്ട് മുടി കെമിക്കൽ ആപ്ലിക്കേഷൻ ചെയ്ത ആൾക്കാർക്കൊക്കെ നമ്മുടെ ഈ പറയുന്ന ഏത് ഡൈ ആണെങ്കിലും ഏത് ഹെയർ പാക്ക് ആണെങ്കിലും പിടിക്കാനായിട്ട് എന്താണ് കുറച്ച് താമസം വരും കേട്ടോ. അപ്പം അങ്ങനെയുള്ളവർ 2-3 പ്രാവശ്യം ഇട്ട് പോവുക. അപ്പോൾ തീർച്ചയായിട്ടും നല്ല റിസൾട്ട് കിട്ടും. ഇതും അതുപോലൊരു നല്ലൊരു ഹെയർ ഡൈ ആണ്. നല്ല രീതിയിൽ വെളുത്ത മുടി കട്ടക്കറുപ്പാകാൻ സഹായിക്കുന്ന അടിപൊളി ഒരു ഹെയർ ഡൈ ആണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതുപോലെ തന്നെ ഉണ്ടാക്കി തലയിൽ തേച്ച് നോക്കുക. അതുപോലെ തന്നെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ എന്ത് ചെയ്യണം? വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ലൈക്ക് തരാനും മറന്നു പോകല്ല കേട്ടോ. അപ്പം നിങ്ങളുടെ ഓരോ ലൈക്കുമാണ് എൻ്റെ വീഡിയോ മുമ്പോട്ട് എത്തിക്കുന്നത്. അപ്പം നമുക്ക് കിട്ടുന്ന അറിവുകൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകട്ടെ അല്ലേ? ശരിയല്ലേ ഞാൻ പറയുന്നത്? അപ്പം നമ്മളൊരു കുശുമ്പ് കുന്നായ്മയോ ഒന്നുമില്ലാതെ, അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം കുശുമ്പ് കുന്നായ്മയോ ഒന്നുമില്ലാന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കുറച്ച് പേര് വാട്സപ്പിൽ വന്നിട്ട് മെസ്സേജ് ഇട്ടായിരുന്നു, ഞങ്ങൾക്കൊന്നും കുശുമ്പൊന്നും ഇല്ല കേട്ടോ, ഞങ്ങൾ നല്ല മനസ്സോടുകൂടി തന്നെയാണ് ലൈക്ക് തരുന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതൊന്നുമല്ല, നമ്മൾ ഒരു എന്ന് വെച്ചാൽ അതൊരു നല്ലൊരിതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം കുശുമ്പ് കുന്നായ്മ എനിക്കിഷ്ടമില്ലാത്ത ഒരാളാണ്. കുശുമ്പ് കുന്നായ്മ അതുപോലെ തന്നെ പൊങ്ങച്ചം അഹങ്കാരം ഇതൊന്നും ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഞാൻ ആ ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. അപ്പോൾ ആരും അതിനെക്കുറിച്ച് തെറ്റിദ്ധരിക്കണ്ട. അപ്പോൾ എല്ലാവരും അപ്പം ഇന്ന് കുശുമ്പും കുന്നായ്മയും വേണ്ട. ഇപ്പം എന്താണ് പറയേണ്ടത്? അപ്പോൾ ഇന്ന് ഞാൻ കുശുമ്പും കുന്നായ്മയും പറയുന്നില്ല. ഇന്നെന്താണ് പറയുന്നത്? സന്തോഷത്തോടു കൂടി ഒരു ലൈക്ക് തരാനും മറന്നുപോലെ കേട്ടോ. അപ്പം നമുക്ക് ആ ഒരു ഹെയർ ഡൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കിയാലോ? വാ. ഒരുപാട് പേരുണ്ട് ഹെയർ ഡൈ ഉപയോഗിച്ചുള്ള അലർജി, കെമിക്കൽ ഡൈ ഉപയോഗിച്ചിട്ടുള്ള അലർജി മൂലം ഒരുപാട് പേർക്ക് പ്രശ്നങ്ങളുണ്ട്. എനിക്ക് വാട്സപ്പിൽ കുറേ മെസ്സേജ് വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളവർക്കായി നേരത്തെ തന്നെ കരിഞ്ചീരകം ഉപയോഗിച്ചുള്ള ഒരു ഹെയർ ഡൈ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. 2-3 ഡൈ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ നല്ല റിസൾട്ടാണ്. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഈ ഒരു ഹെയർ ഡൈ പ്രവർത്തിക്കുന്നത്. കെമിക്കൽ ഡൈ ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള ആൾക്കാർക്ക് 2-3 പ്രാവശ്യം ഇട്ടാലേ ഇത് പിടിക്കത്തുള്ളൂ. മുടിയിലൊന്നും യാതൊരു കെമിക്കലും യൂസ് ചെയ്യാത്തവർക്ക് പെട്ടെന്ന് തന്നെ പിടിക്കും കേട്ടോ. അപ്പം എനിക്ക് എല്ലാവരും പറയും കറുത്ത മുടിയിൽ തേച്ചിട്ട് എന്താ ഗുണം, വെളുത്ത മുടിയിൽ തേച്ച് കാണിക്കാൻ പറയും. എനിക്ക് തമ്പുരാങ്കത്ത് ഇതുവരെയായിട്ടും വെളുത്ത മുടിയൊന്നും ആയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കറുത്ത മുടിയിൽ തേച്ച് കാണിക്കാൻ പറ്റത്തുള്ളൂ. എങ്കിലും ഞാൻ പറയുന്നു ഇതിന് നല്ല റിസൾട്ടാണെന്ന്. നിങ്ങൾ വെളുത്ത മുടിയിൽ തേച്ച് നോക്കിയിട്ട് അരമണിക്കൂറിന് ശേഷം ഇത് പിടിക്കുമോ ഇല്ലെന്ന് നിങ്ങൾ നോക്ക്. എന്നിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കുക, ഇത് വേണോ വേണ്ടയോ എന്നുള്ളത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനൊരു വീഡിയോ ഇടുന്നത്. ഒരുപാട് പേർക്ക് ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ. നമുക്ക് തീർച്ചയായിട്ടും ഇത് പുറത്തോട്ട് പോകും, തേച്ചുകൊണ്ട് പോകാം. നല്ല രീതിയിൽ അവിടെ ഇരുന്നോളും. ഇത് നമ്മുടെ കയ്യിലോ തുണിയിലോ ഒന്നും ആവത്തില്ല. ഞാൻ ഒരു പ്രാവശ്യം വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിച്ചതാണ്.
അപ്പം കരിഞ്ജീരകമാണ്. കരിഞ്ജീരകം കൊണ്ട് നേരത്തെ ഡൈ ഞാൻ ഇട്ടിട്ടുണ്ട്, ഹെയർ ഡൈ ഇട്ടിട്ടുണ്ട്. കരിഞ്ജീരകം നമ്മുടെ മുടിക്ക് ഒത്തിരി ഗുണമുള്ള, നമ്മുടെ മുടി വളർച്ചയ്ക്ക്, മുടി നന്നായിട്ട് കറക്കാനായിട്ടും. കരിഞ്ജീരകം നമ്മൾ മുടി എണ്ണ കാച്ചുന്ന സമയത്തൊക്കെ കരിഞ്ജീരകം ഇടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? മുടിക്ക് നല്ല കളർ കിട്ടാനായിട്ടും കറുപ്പ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള മുടി വളർച്ചയ്ക്കും ഒക്കെയാണ് കരിഞ്ജീരകം നമ്മൾ ഇടുന്നത്. അപ്പോൾ ഒരു കട്ടിയുള്ള ചീനിച്ചട്ടി എടുത്തിട്ട് ഒരു 3 ടീസ്പൂണോളം കരിഞ്ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണ് ആവശ്യം അത്രയും നിങ്ങൾക്ക് പൊടിച്ച് സൂക്ഷിക്കാം. ആവശ്യാനുസരണം നിങ്ങൾക്ക് മിക്സ് ചെയ്ത് തലയിൽ തേക്കാം കേട്ടോ. വെളുത്ത മുടി നന്നായിട്ട് കറക്കാൻ സഹായിക്കുന്ന ഒരു സൊല്യൂഷനാണിത്. അപ്പോൾ ഇത് നന്നായിട്ട് നമ്മളൊന്ന് കറപ്പിച്ചെടുക്കണം. അതായത് കരിഞ്ജീരകം കറുത്തിരിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഒരു രീതി അറിയത്തില്ല. അത് കുറച്ച് നേരം കഴിയുമ്പം ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ പതുക്കെ ഇങ്ങനെ ചൂടാക്കിയെടുക്കണം. തീ കൂട്ടി വെച്ച് ചൂടാക്കിയെടുത്താൽ അതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇങ്ങനെ ചൂടാക്കിയെടുക്കും. കുറച്ച് നേരം കഴിയുമ്പോൾ നല്ല പുക വരും. അപ്പോൾ കുറേ നേരം ഒരു 5 മിനിറ്റെങ്കിലും നമ്മൾ ഇതുപോലെ വറുത്തെടുക്കണം, നല്ല രീതിയിൽ കരിച്ചെടുക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഇതിന് നല്ല റിസൾട്ട് കിട്ടത്തുള്ളൂ. അല്ലാതെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരിക്കലും റിസൾട്ട് കിട്ടില്ല എന്ന് ഓർക്കുക. അതിൻ്റെ കൂടെ അടുത്തായി നമ്മൾ ചേർക്കുന്ന 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയാണ്. അപ്പോൾ ഈ മഞ്ഞൾപ്പൊടി ഇടുന്നതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ചിലവർക്ക് തലയിൽ അലർജിയും കാര്യങ്ങളും ചൊറിച്ചിലും ഒക്കെ ഉണ്ടാകും ചില ഹെയർ ഡൈകളൊക്കെ തേക്കുമ്പോൾ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ മഞ്ഞൾപ്പൊടി ഞാൻ ചേർക്കുന്നത്. മഞ്ഞൾപ്പൊടി ഇതുപോലെ അലർജി പ്രോബ്ലത്തിനും ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടിയും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടിയുമാണെന്ന് മഞ്ഞൾപ്പൊടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അലർജി മൂലമുള്ള എല്ലാ പ്രശ്നത്തിനും നമുക്ക് മഞ്ഞൾപ്പൊടി ഉപയോഗിക്കാം. അതുകൊണ്ട് തന്നെ 2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് കറപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിലിട്ട് തന്നെ നിങ്ങൾ കറപ്പിച്ചെടുക്കാൻ ശ്രമിക്കുക. അല്ലാതെ തീ കൂട്ടിയിട്ട് കറപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ അതിന് നമുക്ക് യാതൊരു ഗുണവും കിട്ടത്തില്ല. അപ്പോൾ ഇത് 2 സാധനങ്ങൾ വെച്ച് മാത്രമാണ് നമ്മൾ മുടി കറപ്പിക്കുന്നത്. ഇതിനകത്തേക്ക് വേറെ ഒന്നും നമ്മൾ ചേർക്കുന്നില്ല. അപ്പോൾ നന്നായിട്ട് ഞാൻ കറപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. നല്ല ഫൈൻ പൗഡറാക്കിയിട്ട് പൊടിച്ചെടുക്കണം കേട്ടോ. അതിനുശേഷം നിങ്ങൾ ഒരു അരിപ്പയിലിട്ടൊന്ന് നന്നായിട്ട് അരിച്ചും കൂടെ എടുക്കണം. എന്നാൽ മാത്രമേ ഇതിന് നല്ല രീതിയിലുള്ള ഒരു റിസൾട്ട്, അതായത് നമുക്ക് വെളുത്ത മുടിയിൽ തേക്കുന്നവർക്ക് നല്ല പോലെ ഇത് പിടിച്ചിരിക്കത്തുള്ളൂ. അപ്പോൾ നല്ല ഫൈൻ പൗഡറായിട്ട് എടുത്തതിന് ശേഷം അരിപ്പയിലിട്ടൊന്ന് അരിച്ചെടുക്കുക കേട്ടോ. അരിച്ചെടുക്കാൻ ആരും മറക്കല്ലേ. പിന്നെ നിങ്ങൾക്ക് ഇതുപോലെ കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കി വെക്കണമെങ്കിൽ ഇതുപോലെ എടുത്തതിന് ശേഷം ഒരു കുപ്പിക്കകത്തിട്ട് സൂക്ഷിച്ച് വെക്കുക. വെളിയിൽ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ തണുത്തതിന് ശേഷം മാത്രമേ കുപ്പിയിലിട്ട് അടച്ച് വെക്കാവുള്ളൂ, അല്ലെങ്കിൽ പൂത്തു പോകും. അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക. ഇതെങ്ങനെയും ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിനകത്തേക്ക് ആൽമണ്ട് ഓയിലോ ഒലിവ് ഓയിലോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാൻ ഇപ്പോൾ കോക്കനട്ട് ഓയിലാണ് ഒഴിച്ച് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എപ്പോഴും നല്ലതാണ്, മുടിക്ക് കോക്കനട്ട് ഓയിലാണ് നല്ലത്. ഞാനതാണ് കൂടുതലും ഉപയോഗിക്കുന്നത്. അപ്പം ഈ കോക്കനട്ട് ഓയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ തന്നെ നല്ല കറുത്ത ഒരു ഹെയർ ഡൈ ആയിട്ട് നമുക്ക് കിട്ടും. അപ്പം ഇത്രയും തന്നെ മതി. അപ്പോൾ ആവശ്യാനുസരണം ഒഴിച്ച് കുഴയ്ക്കുക. അപ്പം നല്ല രീതിയിലുള്ളൊരു കറുത്തൊരു ഹെയർ ഡൈ ആണ് നമുക്ക് കിട്ടുന്നത്. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഒരു കുപ്പിയിൽ ഒഴിച്ച് വെക്കാം. അപ്പോൾ കുറേയും കൂടെ റിസൾട്ട് കിട്ടും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് ഉണ്ടാക്കി വെച്ചതിന് ശേഷം 3-4 ദിവസം കഴിഞ്ഞ് എടുത്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ഞാൻ പൊടിച്ചത് ഇച്ചിരി പൊടിയാനുണ്ടായിരുന്നു. അപ്പം നിങ്ങൾ നല്ല നൈസ് പൗഡറായിട്ട് എടുക്കണം. അപ്പോൾ എൻ്റെ മിക്സിയുടെ ജാറിന് ചെറിയൊരു കംപ്ലൈൻ്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ പൊടിച്ചത് നല്ലവണ്ണം പൊടിഞ്ഞിട്ടില്ല. അപ്പം നല്ലപോലെ പൊടിച്ച് കഴിഞ്ഞാൽ നല്ല മഷി പോലെ ഇരിക്കും. നല്ല രീതിയിൽ കറുപ്പുണ്ട്. അപ്പോൾ ഇതുപോലെ തേച്ചാലും നല്ല രീതിയിൽ നമുക്ക് പിടിക്കും. അപ്പോൾ കുറച്ചുകൂടെ ഫൈൻ പൗഡറായി കിട്ടുമ്പം അതിൻ്റേതായിട്ടുള്ള റിസൾട്ട് നല്ലതായിട്ട് കിട്ടും. അപ്പോൾ എനിക്ക് വെളുത്ത മുടിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എൻ്റെ മുടിയിൽ തന്നെയാണ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ തന്നെ എൻ്റെ ഉമ്മച്ചിയുടെ മുടിയിൽ ഇതുപോലുള്ളൊരു ഹെയർ ഡൈ അപ്ലൈ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു വെളുത്ത മുടിയിൽ. അപ്പോൾ നന്നായിട്ട് നമുക്ക് അന്നേരം തന്നെ നമ്മുടെ മുടിയിലോട്ട് ഇത് പിടിക്കുമെന്നുള്ളതാണ്. അപ്പം ഇത് നമ്മൾ അരമണിക്കൂർ വെക്കണം. നമ്മുടെ മുടിയിൽ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചത് വെളുത്ത മുടിയുള്ള ഭാഗത്തെല്ലാം, ചിലർക്ക് നെറ്റിയുടെ ഭാഗത്തൊക്കെ ഒത്തിരി മുടി കാണുമല്ലോ, അങ്ങനെയുള്ളവരെല്ലാം ഇതുപോലെ തേച്ച് പിടിപ്പിച്ചതിന് ശേഷം, അപ്പോൾ ഇത് തേച്ചെല്ലാം പിടിപ്പിച്ചതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് ഷാമ്പൂ വാഷ് ചെയ്യരുത്. പ്ലെയിൻ വാഷ് വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ മാത്രം മതി. ഇതൊരിക്കലും പോകത്തില്ല. 2-3 ദിവസം അവിടെ ഇരിക്കും. ഷാമ്പൂ ചെയ്താൽ മാത്രമേ ഇത് പോകത്തുള്ളൂ, അല്ലാതെ പ്ലെയിൻ വാഷ് ചെയ്താൽ പോകത്തില്ല. അപ്പം നിങ്ങൾക്ക് എന്നാ ചെയ്യാൻ പറ്റും? പുറത്തോട്ട് പോകുമ്പോൾ ഇതുപോലെ തേച്ചിട്ട് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വെറുതെ വെള്ളത്തിൽ കയറ്റി നിങ്ങൾക്ക് പുറത്തോട്ട് പോകാം. കോമ്പ് ചെയ്തിട്ട് അവിടെ ഇരുന്നോളൂ, ഒരു പ്രശ്നം ഉണ്ടാകില്ല. ഡ്രസ്സിലൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ചെയ്ത് നോക്കാൻ മറക്കല്ല. ഹെയർ ഡൈ തയ്യാറാക്കിയത് എല്ലാവരും കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തലയെ തേച്ചിട്ട്, എൻ്റെ കറുത്ത മുടിയാണേ, ഞാൻ കറുത്ത മുടിയിലാണേ തേച്ച് കാണിച്ചത്. അതുകൊണ്ട് ഒന്നും ആരും വിചാരിക്കരുത്. നിങ്ങളുടെ വെളുത്ത മുടിയിൽ, നിങ്ങൾക്ക് വെളുത്ത മുടി ഉള്ളവരെ ധൈര്യമായിട്ട് തേച്ചോളൂ. ഞാൻ പറഞ്ഞ പോലെ തന്നെ അരമണിക്കൂറിന് ശേഷം സോപ്പോ ഷാമ്പുവോ ഒന്നും ഉപയോഗിക്കരുത്. എന്താണ്? സോപ്പും ഷാമ്പും ഉപയോഗിക്കാതെ പ്ലെയിൻ വാഷ് വെറുതെ വെള്ളത്തിൽ കഴുകി കളഞ്ഞാൽ 2-3 ദിവസവും മുടിയിൽ നിൽക്കും. എപ്പോഴാണോ നിങ്ങൾ ഷാമ്പു വാഷ് ചെയ്യുന്നത് അന്നേരമേ മുടിയിൽ നിന്ന് പോകത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രമിക്കുക.
ഒരുപാട് ഡൈ അലർജി മൂലം വിഷമിക്കുന്ന ആൾക്കാർക്ക് ഇതൊരു ഉപയോഗപ്രദമായ ഹെയർ ഡൈ ആയിരിക്കും. ഇതുപോലെ പല സാധനങ്ങൾക്കും വെച്ച് നമുക്ക് വീട്ടിൽ തന്നെ ഹെയർ ഡൈ തയ്യാറാക്കിയെടുക്കാം. അപ്പം ഞാൻ ഇനി അടുത്തിടെയൊക്കെ ഓരോ ഹെയർ ഡൈയും ഇടയ്ക്കിടയ്ക്കായിട്ട് ഇട്ട് തരാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്തിട്ട് ഉപയോഗിക്കാം, മാറി മാറി ഉപയോഗിക്കാം. ഇത് നമുക്ക് ഹെയർ ഡൈ ആയിട്ട് മാത്രമല്ല നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടാനായിട്ടും അതുപോലെ തന്നെ ഹെയർ ഫോൾസ് മാറാനായിട്ടും ഡാൻഡ്രഫ് മാറാനായിട്ടും ഒക്കെ നല്ലതാണ് കേട്ടോ. അപ്പം എല്ലാവരും ഇത് ചെയ്ത് നോക്കാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നിടം വരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.